CP ഉമർ സുല്ലമി, മർക്കസുദ്ദഅവ KNM-ന്റെ പ്രസിഡന്റാണ് അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, മുഅ്ജിസത്തും കറാമത്തും എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇന്നും യുവതാ ബുക്ക് സ്റ്റാളിൽ അവർ അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ ബുക്ക് സ്റ്റാളിലൂടെ നമുക്കത് വാങ്ങാനും കിട്ടും. ആ പുസ്തകത്തിൽ CP ഉമർ സുല്ലമി അദ്ദേഹം എഴുതിയ ഒരു വാചകമുണ്ട്. ആ പുസ്തകത്തിന്റെ 38-ാമത്തെ പേജിൽ CP ഉമർ സുല്ലമി പറയുന്നത് എന്താ? പ്രവാചകനായതുകൊണ്ട് മാനുഷിക ദൗർബല്യങ്ങൾ ഇല്ലാതാകുന്നില്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മുജാഹിദ് പണ്ഡിതന്റെ പരാമർശമാണ്. പ്രവാചകനായി എന്നുള്ളത് കൊണ്ട് മാനുഷിക ദൗർബല്യങ്ങൾ ഇല്ലാതാകുന്നില്ല. ഇതെന്തിനു വേണ്ടിയാണ് പറയുന്നത്? എന്താണ് ബിദ്അത്തുകാരന്റെ സ്വഭാവം? എവിടെയാണ് ബിദ്അത്തുകാരനും സുന്നികളും തമ്മിൽ വേർതിരിയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു ബിദ്അത്തുകാരനാണെങ്കിലും അത് ഏത് പ്രസ്ഥാനമാണെങ്കിലും ഏത് പേരിൽ അറിയപ്പെടുന്നവരാണെങ്കിലും അവരൊക്കെ വ്യത്യസ്ത ആശയമുള്ളവരായിരിക്കും. പരസ്പരം യോജിക്കണമെന്നില്ല. എന്നാലും ഈ ബിദ്അത്തുകാരൊക്കെ യോജിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അള്ളാഹു ബഹുമാനിച്ചതിന്റെ ആ ബഹുമാനത്തെ അംഗീകരിക്കാതിരിക്കുക, നിരാകരിക്കുക എന്നുള്ളത്. അതിന്റെ ഒരു ഉദാഹരണമാണ് CP ഉമർ സുല്ലമി എഴുതിയ മുഅ്ജിസത്തും കറാമത്തും എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, പ്രവാചകനായി എന്നുള്ളത് കൊണ്ട് മാനുഷിക ദൗർബല്യങ്ങൾ ഇല്ലാതാകുന്നില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എത്ര അപകടമാണ് ഈ പ്രസ്താവന! മാനുഷിക ദൗർബല്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന അപജയങ്ങളും വേണ്ടാത്തരങ്ങളും എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഉൾപ്പെട്ടു. മാനുഷിക ദൗർബല്യങ്ങൾ, പ്രവാചകനായി എന്നുള്ളത് കൊണ്ട് മാനുഷിക ദൗർബല്യങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നാണ്. പരിശുദ്ധമായ ദീൻ എന്താ പഠിപ്പിച്ചത്? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരാകുന്ന സഹാബിമാരോട് ഏതൊരു മനുഷ്യന്റെ കൂടെയുമുള്ള ജിന്നിനെ കുറിച്ചും മലക്കിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2 ഖരീനുകളെ കുറിച്ച് ഞാൻ ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതൊരു മനുഷ്യന്റെ കൂടെയും അല്ലാഹു ഒരു ജിന്നിനെയും ഒരു മലക്കിനെയും നിശ്ചയിച്ചിട്ടുണ്ട്. മലക്കെപ്പോഴും ഖൈറായ കാര്യങ്ങളിലേക്ക്, നല്ല കാര്യങ്ങളിലേക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ കൂടെയുള്ള ജിന്ന് എപ്പോഴും ഈ മനുഷ്യരെ തെറ്റായ ചിന്തകളും നൽകിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് സാധാരണ നമ്മൾ വിവേകം, വികാരം എന്ന് പറയാറുണ്ടല്ലോ. വികാരത്തിനേക്കാൾ വിവേകത്തിന് സ്ഥാനം കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. ആ രൂപത്തിൽ മനസ്സിലാക്കാം. എപ്പോഴും മലക്ക് ഖൈറായ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. തന്റെ കൂടെ അല്ലാഹു നിശ്ചയിച്ച ജിന്നോ, ആ പിശാചി എപ്പോഴും ഷർറായ കാര്യങ്ങളിലേക്കും. ഏതൊരു തെറ്റ് ചെയ്യുന്ന വ്യക്തിയും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഒരു ഉൾവിളി ഉണ്ടാകും, ഇത് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ഇത് ഞാൻ ഒഴിവാവേണ്ടുന്ന വിഷയമാണ് എന്നൊരു ബോധമുണ്ടാകും. പക്ഷേ ആ ബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പലപ്പോഴും സാധിക്കണമെന്നില്ല. ഇവിടെയാണ് ഒരു മുഅ്മിനിന്റെ ദൗത്യം. ജിന്നിന്റെ പ്രേരണയേക്കാൾ മലക്കിന്റെ പ്രേരണയ്ക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് തന്റെ ശാരീരിക ഇച്ഛകളെ വെടിയുക എന്നുള്ളതാണ്. ഇങ്ങനെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോ സഹാബിമാർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഇങ്ങനെ ഏതൊരു മനുഷ്യന്റെ കൂടെയും ഒരു ജിന്നും ഒരു മലക്കും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്കുമുണ്ടോ ഒരു ജിന്നും മലക്കും? ഇങ്ങനെ ഒരു ജിന്നും മലക്കും അള്ളാഹു നിങ്ങൾക്കും നൽകിയിട്ടുണ്ടോ? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഇയ്യായ, അതെ എനിക്കുമുണ്ട് ഒരു ജിന്നും മലക്കും. പക്ഷേ വലാകിന്നല്ലാഹ അആനനി, അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു. വലാകിന്നല്ലാഹ അആനനി അലൈഹി, അള്ളാഹു എന്നെ സഹായിച്ചു. ഹത്താ അസ്ലമ ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, എൻ്റെ കൂടെ അള്ളാഹു നിശ്ചയിച്ച ജിന്നിനെ അള്ളാഹു മുസ്ലിമാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ജിന്നിനോട് ഖൈർ മാത്രമേ പറയൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഒരു പ്രവാചകനിൽ തെറ്റുകൾ സംഭവിക്കാനുള്ള, സാധാരണ വ്യക്തിയിൽ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത എന്തോ ആ സാധ്യത ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അള്ളാഹു പാടെ ഇല്ലാതെയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു മനുഷ്യനിൽ തെറ്റായ ചിന്തകളും പ്രവർത്തനങ്ങളും വരാനുള്ള സാഹചര്യം എന്തോ ആ സാഹചര്യം ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എൻ്റെ കൂടെ അള്ളാഹു ഒരു മലക്കിനെയും ജിന്നിനെയും നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ വലാകിന്നല്ലാഹ അആനനി അലൈഹി, അള്ളാഹു എന്നെ സഹായിച്ചു. ഹത്താ അസ്ലമ, ആ ജിന്ന് മുസ്ലിമായിരിക്കുന്നു. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, അതുകൊണ്ട് ആ ജിന്നും എന്നോട് ഖൈർ മാത്രമേ കൽപ്പിക്കുകയുള്ളൂ.
ഇതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മാനസികമായി ദൗർബല്യമുള്ളവരല്ല. എന്നാൽ വഹാബികൾ പഠിപ്പിക്കുന്ന പ്രവാചകരോ, വഹാബികൾ പഠിപ്പിക്കുന്ന പ്രവാചകർ അവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് നബിയാണ് എന്നുള്ളത് കൊണ്ട് വഹയുണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ മാനുഷികമായ ദൗർബല്യങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞൊരു വിഷയമാണ് മഹാന്മാരാകുന്ന സഹാബിമാരെ സ്വീകരിക്കണം, വിശേഷിച്ചും ഖുലഫാ ഉർ റാഷിദീങ്ങൾ അംഗീകരിക്കണം എന്നുള്ളത്. 2002 കോഴിക്കോട് വെച്ചുകൊണ്ട് മുജാഹിദുകളുടെ സ്റ്റേറ്റ് സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിന്റെ സൂവനീറിൽ 207-ാമത്തെ പേജിലെ ഒരു പരാമർശമുണ്ട്. എന്താ മുജാഹിദുകൾ ആ പുസ്തകത്തിൽ എഴുതിയത്? ഖുർആൻ വ്യാഖ്യാനത്തിൽ മാത്രമല്ല, മതപരമായ ഒട്ടനവധി കാര്യങ്ങളെ സ്വീകരിച്ചാചരിക്കുന്നതിലും മുജാഹിദ് പ്രസ്ഥാനം ധാരാളം സഹാബിമാരുടെ അഭിപ്രായങ്ങളെയും ധാരണകളെയും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇതാണ് വഹാബികൾക്ക്, മുജാഹിദുകൾക്ക് സഹാബിമാരെ കുറിച്ചുള്ള സമീപനം. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. മഹാന്മാരാകുന്ന സഹാബിമാരെ കുറിച്ച് മുജാഹിദുകളുടെ നിരൂപണം, അവരുടെ വിലയിരുത്തൽ, അവരുടെ അഭിപ്രായം ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിൽ മാത്രമല്ല, മതപരമായ ഒട്ടനവധി കാര്യങ്ങളെ സ്വീകരിച്ചാചരിക്കുന്നതിലും മുജാഹിദ് പ്രസ്ഥാനം ധാരാളം സഹാബിമാരുടെ അഭിപ്രായങ്ങളെയും ധാരണകളെയും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മുജാഹിദുകളുടെ സംസ്ഥാന സമ്മേളന സുവനീർ 207-ാമത്തെ പേജ്. മഹാന്മാരാകുന്ന സഹാബിമാരെ ഈ രൂപത്തിൽ കാണണമെന്നാണോ പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചത്? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പിനെ കുറിച്ച് പറഞ്ഞു. സുദീർഘമായ ഹദീസാണ്, എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. ആ ഹദീസിന്റെ അവസാന ഭാഗത്തായി കൊണ്ട് പറയുന്നുണ്ട്, ഫഇന്നഹു മൻ യഅ്ശു മിൻകും ബഅദി, എന്റെ കാലശേഷം ആരെങ്കിലും ജീവിക്കുമ്പോൾ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ഇഷ്ടം പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ, നിങ്ങൾ എൻ്റെ സുന്നത്തിനെയും എൻ്റെ ഖുലഫാഇന്റെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം. സമൂഹത്തിൽ അഭിപ്രായ ഭിന്നത എന്ന പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് വഴി സ്വീകരിക്കണമെന്നതിനെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എൻ്റെ സുന്നത്ത്, എൻ്റെ ഖുലഫാഇന്റെ സുന്നത്ത് എന്നുള്ളതാണ്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ അസ്ഹാബും ഏതൊന്നിന്റെ മേലാണോ ആ വഴി സ്വീകരിച്ചവരാകുന്നു സ്വർഗത്തിന്റെ ആളുകൾ. ധാരാളം ഹദീസുകൾ നമുക്കൊക്കെ അറിയുന്നതല്ലേ. പക്ഷേ കേരളത്തിലെ വഹാബികൾ പഠിപ്പിക്കുന്നു, ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോഴും മതപരമായ കാര്യങ്ങളെ സ്വീകരിച്ചാചരിക്കുന്നതിലും മുജാഹിദ് പ്രസ്ഥാനം ഒട്ടനവധി സഹാബിമാരുടെ അഭിപ്രായങ്ങളെയും ധാരണകളെയും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എത്രമാത്രം മോശമായ ഒരു പരാമർശമാണത്, ഒരു ഭാഷയാണത്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കുന്നതിൽ, മഹാന്മാരാകുന്ന സഹാബിമാരെ കുറിച്ച് വിലയിരുത്തുന്നതിൽ മാത്രമല്ല, KNMന്റെ ഇന്നും ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് വാങ്ങാൻ ലഭിക്കുന്ന ഒരു പുസ്തകമുണ്ട്. മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്നാണ് പുസ്തകത്തിന്റെ പേര്. അബ്ദുസ്സലാം സുല്ലമിയാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. അബ്ദുസ്സലാം സുല്ലമി മുജാഹിദുകളുടെ ഒരു ഗ്രൂപ്പിന്റെ മാത്രം നേതാവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം നിസാരമാക്കാൻ പറ്റൂല. കാരണം മുജാഹിദുകൾ ഭിന്നിക്കുന്നതിന് മുമ്പ് തന്നെ KNM പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്ത പുസ്തകമാണിത്. ആ പുസ്തകത്തിന്റെ 298-ാമത്തെ പേജിൽ സംസം വെള്ളം എന്നൊരു അധ്യായമുണ്ട്. ആ സംസം വെള്ളം എന്ന അധ്യായത്തിൽ KNM പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ അബ്ദുസ്സലാം സുല്ലമി എഴുതുന്നത് എന്താ? സംസം വെള്ളം രോഗത്തിന് ഔഷധമാണ്, ശമനമാണെന്ന് പറയുന്ന ഹദീസുകൾ വ്യാജമാകുന്നു. മാത്രമല്ല, ജീരകം കഴിച്ചാൽ അത് പല രോഗങ്ങൾക്കും ഔഷധമാണ്, പരിഹാരമാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത്ര പോലും സംസം വെള്ളത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. KNM പ്രസിദ്ധീകരിച്ച ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പുസ്തകമല്ല. ഇന്നും വഹാബി പുസ്തകങ്ങൾ ലഭ്യമാകുന്ന ബുക്ക് സ്റ്റാളുകൾ ലഭിക്കുന്ന പുസ്തകമാണ് മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്ന KNM പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം.
ഭിന്നിപ്പിന്റെ മുമ്പ് തന്നെ. ആ പുസ്തകത്തിലാണ് അദ്ദേഹം എഴുതിയത് എന്ന് പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമി എഴുതിയ പുസ്തകമാണെങ്കിലും ഇന്ന് മുജാഹിദുകളിലെ എല്ലാ ഗ്രൂപ്പിനും ബാധകമായൊരു വിഷയമാണിത്. ഇതുവരെയും ആ വിഷയത്തെക്കുറിച്ച് ഔദ്യോഗികമായൊരു തിരുത്തും വന്നിട്ടില്ല. അബ്ദുസ്സലാം സുല്ലമി ആ പുസ്തകത്തിൽ പറയുന്നു, ജീരകം പല രോഗങ്ങൾക്കും ഔഷധമാണെന്ന് വന്നിട്ടുണ്ട്, എന്നാൽ സംസം വെള്ളം ഏതെങ്കിലും രോഗത്തിന് ശിഫയാണ്, ഔഷധമാണ്, പരിഹാരമാണ് എന്ന ഹദീസുകൾ വന്നിട്ടില്ല. ഹജറുൽ അസ്വദിനെ കുറിച്ച് പറയുന്നുണ്ട് 299 പേജിൽ. ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ കല്ലാകുന്നു എന്ന ധാരണ അത് അബദ്ധമാണ്, അന്ധവിശ്വാസമാണ്, അത് രേഖയില്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താ? മാഉ സംസം ലിമാ ശുരിബ ലഹു സഹീഹ ഹദീസ. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം ഏതൊരു ആവശ്യത്തിന് വേണ്ടി ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ കുടിക്കുന്നത് അതിന് പരിഹാരമാകുന്നു. രോഗത്തിന് വേണ്ടി കുടിക്കുമ്പോ, രോഗശമനം ലക്ഷ്യമാക്കി കുടിക്കുമ്പോ അത് രോഗശമനം ലഭിക്കും. ദാരിദ്ര്യം ഒഴിവാണമെന്ന ഉദ്ദേശത്തോട് കുടിക്കുമ്പോ അത് സാധ്യമാകും. അതാണല്ലോ സംസമിന്റെ ചരിത്രം. ഇഷ്ടം പോലെ സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. ഹജറുൽ അസ്വദിനെ കുറിച്ച് പറയുന്നുണ്ട്. സലാം സുല്ലമി കേനം പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞു, ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ കല്ലാകുന്നു എന്ന ധാരണ അബദ്ധമാണ്. അൽ ഹജറു യാഖൂത്തും മിൻ യവാഖീതിൽ ജന്ന. ഹജറുൽ അസ്വദും മഖാം ഇബ്രാഹിമും അത് സ്വർഗത്തിലെ യാക്കൂത്തുകളിൽപ്പെട്ട യാക്കൂത്താകുന്നു. ആരെങ്കിലും ഹജറുൽ അസ്വദിന് ഈമാനോടുകൂടി തൊട്ടുമുത്തിയാൽ അവർക്ക് വേണ്ടി ഹജറുൽ അസ്വദ് സാക്ഷി പറയും, അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. ഹദീസുകൾ വ്യക്തമാക്കപ്പെട്ടതല്ലേ. ആ ഹജറുൽ അസ്വദിന് അള്ളാഹു നാവ് കൊടുക്കും. ഹജറുൽ അസ്വദ് സംസാരിക്കും. ഹജറുൽ അസ്വദിനെ ആരാണോ ബഹുമാനിച്ചത്, ആരാണോ അതിനെ തൊട്ടുമുത്തിയത്, അവർക്ക് വേണ്ടി ഹജറുൽ അസ്വദ് ശഫാഅത്ത് ചെയ്യും. ഇതൊക്കെയല്ലേ പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഏതൊരു ബിദ്അ പ്രസ്ഥാനമാണെങ്കിലും ഏതൊരു ബിദ്അത്തിന്റെ സംഘമാണെങ്കിലും അവിടെയെല്ലാം തന്നെ നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പ്രിയമുള്ള സഹോദരങ്ങളെ, വഹാബികളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരുപാട് വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നീണ്ടൊരു വിശദീകരണം നടത്തി മുരീദുമാരെ, ശിഷ്യന്മാരെ മുന്നിൽ വിളിച്ചു വരുത്തിക്കൊണ്ട്. ചരിത്രത്തിൽ കാണാം, സുബ്ഹി നിസ്കാരം കഴിഞ്ഞു, മഹാനവരുടെ ഔറാദുകളൊക്കെ കഴിഞ്ഞു, മുരീദന്മാരെ, ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി നീണ്ട ഉപദേശം. ളുഹുർ വരെയും ആ തഅലീം തുടർന്നു. ളുഹുറിന് ശേഷം വീണ്ടും തഅലീം തന്നെ. അവസാനം അസ്റായ സമയത്ത് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് മുരീദുമാരിൽപ്പെട്ട ഒരു വ്യക്തി എണീറ്റുന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ശൈഖ് അവറുകളെ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ അത്രമാത്രം ഹിഫ്ളുള്ള വ്യക്തിയല്ല, ബുദ്ധിസാമർഥ്യമുള്ള വ്യക്തിയല്ല, എനിക്കതെല്ലാതും കൂടി എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇതുവരെ പറഞ്ഞ വിഷയത്തിന്റെ ആകത്തുക എനിക്കൊന്ന് പറഞ്ഞു തരണം. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ പകല് മുഴുവനും നിങ്ങൾക്ക് തഅലീം നടത്തിയെങ്കിൽ അതിന്റെ ആകത്തുക, അതിന്റെ ഖുലാസ, അതിന്റെ സംക്ഷിപ്തം ഒരേ ഒരു വിഷയമാണ്. എന്താണത്? അദ്ദീനു തഅലീമു മാ അല്ലമഹുല്ലാഹ്. ദീൻ എന്നാൽ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാകുന്നു, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കലാണ്. അതാണ് ദീൻ. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഈ നീണ്ട സമയം ഉപദേശിച്ചതിന്റെ തഅലീം നടത്തിയതിന്റെ ആകത്തുക എന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തഅലീമിന്റെ പ്രായോഗിക രൂപമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സുന്നി ആശയങ്ങൾ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ. ഇതിന്റെ നിരാകരണമാണ് വഹാബികളാണെങ്കിലും ജമാഅത്തുകാരാണെങ്കിലും. നാം മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ 1987 ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണല്ലോ പ്രബോധനം. പ്രബോധനത്തിൽ വന്നൊരു ചോദ്യവും ഉത്തരവുമുണ്ട്. അതിന്റെ ആകത്തുക ഞാൻ പറയാം. എന്താ പ്രബോധനത്തിൽ വന്ന ചോദ്യം? പ്രവാചകന്മാർ അവർ മറവ് ചെയ്യപ്പെട്ടാൽ നശിച്ചു പോവുകയില്ല എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ പ്രവാചകന്മാർ ഖബറിൽ നശിച്ചു പോവാത്തവരാണെങ്കിൽ എന്തിനാണ് പിന്നെ പ്രവാചകന്മാരെ മറവ് ചെയ്യുന്നത്? പ്രവാചകന്മാരുടെ മൃതശരീരം മറവ് ചെയ്യാതെ ഭൂമിക്ക് പുറത്ത് സൂക്ഷിക്കാമല്ലോ. അങ്ങനെ വരുമ്പോ ശേഷം വരുന്ന ആളുകൾക്കൊക്കെ
ആളുകൾക്കതൊരു ദൃഷ്ടാന്തമായിക്കൊണ്ട് മനസ്സിലാക്കാമല്ലോ. എന്തിനാണ് പ്രവാചകന്മാരെ മറവ് ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ മറുപടിയായിക്കൊണ്ട് പ്രബോധനം എഴുതി, പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ പ്രവാചകന്മാരുടെ മയ്യിത്തുകൾ മൃതശരീരം മറവ് ചെയ്യാമെങ്കിൽ പ്രവാചകന്മാരുടെ മൃതശരീരം ഭൂമിയിൽ നശിച്ചു പോവുകയില്ല എന്നതിന് തെളിവുകളൊന്നുമില്ല. സാധാരണ ഒരു മൃതശരീരം മറവ് ചെയ്യുന്നത് അത് ഭൂമിക്ക് പുറമെ ഇരുന്നു കൊണ്ട് ചീഞ്ഞ് നാറി ആളുകൾക്ക് പ്രയാസമുണ്ടാവാതിരിക്കാനാണെങ്കിൽ അതേ സ്ഥിതി തന്നെയാണ് പ്രവാചകന്മാർക്കുമുള്ളത്. പ്രവാചകന്മാരുടെ മൃതശരീരം മറവ് ചെയ്യാതെ ഭൂമിക്ക് പുറമെ സൂക്ഷിക്കുമ്പോൾ അത് ചീഞ്ഞ് നാറും, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ മൃതശരീരം മറവ് ചെയ്യുന്നത് എന്ന് 1987 ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ പഠിപ്പിക്കുന്നെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു സുന്നിയും ഒരു മുബ്തദിഉം തമ്മിൽ വേർതിരിയുന്ന പോയിന്റ് മഹാനായ ഇമാം ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, ദീനെന്നാൽ തഅളീമു മാ അല്ലമഹുല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കണം. ഈ ആദരവാണ് സുന്നി. ഈ ആദരവിന്റെ നിരാകരണമാണ് ബിദ്അഈ പ്രസ്ഥാനങ്ങൾ. അത് ഏത് പ്രസ്ഥാനമാണെങ്കിലും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാത്ത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സഹാബിമാരോട് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെല്ലുന്ന സലാത്തുകൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടും. സഹാബിമാർ ചോദിച്ചു, വകൈഫ തുറദു സലാത്തുനാ അലൈക, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ സലാത്തുകൾ എങ്ങനെയാണ് നിങ്ങളുടെ മേൽ വെളിവാക്കപ്പെടുക? നിങ്ങൾ മറവ് ചെയ്യപ്പെട്ടാൽ ഞങ്ങളുടെ സലാത്തുകൾ എങ്ങനെയാണ് നിങ്ങളുടെ മേൽ വെളിവാക്കപ്പെടുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. ഇന്നല്ലാഹ ഹറമ അലൽ അർള്, അല്ലാഹു തആല ഭൂമിയുടെ മേൽ ഹറാമാക്കിയിട്ടുണ്ട്. അജ്സാദൽ അംബിയാ, അംബിയാഇന്റെ ജസദുകൾ അല്ലാഹു ഭൂമിയുടെ മേൽ ഹറാമാക്കിയിട്ടുണ്ട്. ജമാഅത്തുകാരൻ പറയുന്നത് പോലെ മഹാന്മാരാകുന്ന നബിമാരുടെ മയ്യിത്തുകൾ ഭൂമിയിൽ അത് നശിച്ചു പോവുകയില്ല. അത് ചീഞ്ഞു നാറുന്ന മയ്യിത്തുകളല്ല, അത് അല്ലാഹു തആല ഭൂമിയുടെ മേൽ ഹറാമാക്കിയിട്ടുണ്ട്. ഇതാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസ് ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അവലംബയോഗ്യമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നലില്ലാഹി മലായിക, അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, സയ്യാഹീൻ, അവരിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നവരാ. ആരൊക്കെയാണ് എൻ്റെ മേൽ സലാത്ത് ചെല്ലുന്നത്, എനിക്ക് വേണ്ടി സലാം പറയുന്ന ആരൊക്കെയാണ്? ഇത് അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ ചെല്ലുന്ന സലാത്തുകളും പറയുന്ന സലാമുകളും അവർ എന്നിലേക്ക് എത്തിച്ചു തരും. ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹയാത്തി ഖൈറുൽ ലക്കും, എൻ്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്. ശേഷം കാണാം, വഫാത്തി ഖൈറുൽ ലക്കും, എൻ്റെ വഫാത്ത് നിങ്ങൾക്ക് ഖൈറ. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ വിശദീകരിക്കുന്നു. തുഹദ്ദിസൂന വനുഹദ്ദിസു ലക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ പല ദീനിയായ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പലതിനെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കും. അപ്പൊ അള്ളാഹുവിന്റെ വഹ്യ് എനിക്ക് ലഭിക്കും, ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരും. അങ്ങനെ ഇഷ്ടം പോലെ ദീനിയായ ഉലൂമുകൾ നിങ്ങൾക്ക് ധാരാളമായി കൊണ്ട് ലഭിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഖൈറാണ്. വഫാത്തി ഖൈറുൽ ലക്കും, ഞാൻ വഫാത്തായാൽ അതും നിങ്ങൾക്ക് ഖൈർ തന്നെയാണ്. എന്താ കാരണം? തുഅറദു അലയ്യ അഅ്മാലുക്കും, തുഅറദു അലയ്യ അഅ്മാലുക്കും, നിങ്ങളുടെ അമലുകളെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എൻ്റെ മേൽ വെളിവാക്കപ്പെടും. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫമാ റഅയ്തു മിൻ ഖൈർ, നിങ്ങളുടെ അമലുകൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടുമ്പോൾ ആ അമലുകളിൽ ഖൈറിനെ കുറിച്ച് ഞാൻ അറിയുമ്പോൾ ഹമിത്തുല്ലാഹ അലൈഹി, ഞാൻ അള്ളാഹുവിനെ ഹംദ് ചെയ്യും, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും സന്തോഷിച്ചുകൊണ്ട്. എന്നാൽ വമാ റഅയ്തു മിൻ ഷർ, ഞാൻ എന്തെങ്കിലും ഷർറിനെ കുറിച്ചാണ് അറിയുന്നതെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഷർറായ പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുമ്പോൾ, ഖബർ ഷരീഫിൽ വെച്ചുകൊണ്ട് അറിയുമ്പോൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കൽ തേടുകയും ചെയ്യും. ഇതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പരിശുദ്ധമായ ദീനിന്റെ വിശ്വാസം. എൻ്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ വഫാത്ത് നിങ്ങൾക്ക് ഖൈറാണ്. ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ എന്നോട് ചോദിക്കും, അതിന് മറുപടി ആയിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ ഇഷ്ടം പോലെ
ദീനിയായ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണ്. എൻ്റെ വഫാത്ത് നിങ്ങൾക്ക് ഖൈറ. കാരണം നിങ്ങളുടെ അമലുകളൊക്കെ എൻ്റെ മേൽ വെളിവാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വെളിവാക്കപ്പെടുമ്പോൾ ഖൈറായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ അറിയുന്നതെങ്കിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും വമാ റഅയ്തു മിൻ ശർർ, ഷർറായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ അറിയുന്നതെങ്കിൽ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കൽ തേടുകയും ചെയ്യും. ഇതാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ വിശ്വാസം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹാബികൾ പറയുന്നത് പോലെ ദൗർബല്യങ്ങളുള്ളവരല്ല. ജമാഅത്തുകാരൻ പറയുന്നത് പോലെ ചീഞ്ഞു നാറുന്ന മൃതദേഹമല്ല, മയ്യിത്തല്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബർ ഷരീഫിൽ വെച്ചുകൊണ്ട് മഹാന്മാരാകുന്ന സഹാബിമാരോട് വിശദീകരിച്ചു കൊടുത്തു, ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കൽ തേടും. ഇതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എപ്പോഴും നാം അറിയേണ്ടുന്ന കാര്യം, എന്താ സുന്നി, എന്താ വഹാബി, വഹാബിയാൽ എന്താ കുഴപ്പം? ഇത് തന്നെയാണ് കുഴപ്പം. ദീനിന്റെ അടിസ്ഥാന പോയിന്റ്, ദീനിന്റെ മർമ്മം മഹാനായ ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന് ഇഷ്ടപ്പെടുകയും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണല്ലോ, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മദീന പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് മസ്ജിദുൻ നബവിയുടെ പുറത്ത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ഭയങ്കര ശരിയാ, മദീന പള്ളിയുടെ പുറത്ത് വെച്ചുകൊണ്ട് ഭയങ്കര ശരിയാ. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതവും ദേഷ്യമൊക്കെ വന്നു. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ അകത്തുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നവരല്ല, എപ്പോഴും നബി തങ്ങളുടെ കൂടെ ഉണ്ടാക്കുന്നവരാ അവിടുത്തെ ഖാദിമ. പക്ഷെ അനസ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ പുറത്ത് വെച്ചുകൊണ്ട് ഭയങ്കര ശരിയാ. ചില റിപ്പോർട്ടുകളിൽ കാണാം അനസ് എന്നവരിങ്ങനെ ചാടുന്നുണ്ട് ചിരിക്കണുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അനസ്, നിങ്ങൾക്ക് എന്തു പറ്റി, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടു കൂടി പറയാ, ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ്, ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമാണ്. കാരണം ഒരു സഹാബി വന്നുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എപ്പോഴാണ് സാഅത്ത്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? നബി തങ്ങൾ ആ സഹാബിയോട് തിരിച്ചു ചോദിച്ചു, ആ വ്യക്തിയോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ആ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഞാൻ ചുരുക്കി പറയാം. ആ സഹാബിയുടെ മറുപടി, എൻ്റെ പക്കൽ ഒന്നുമില്ല, പക്ഷെ ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ മുത്തുനബിയെ ഇഷ്ടപ്പെടുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതല്ലാത്ത ഒരു തയ്യാറെടുപ്പും എനിക്കില്ല. ഇത് കേട്ടപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു വ്യക്തി ആരെ ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പമായിരിക്കും. ഇത് കേട്ടപ്പോ മദീന പള്ളിക്ക് അകത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദർസിൽ വെച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടപ്പോൾ മഹാനവറുകൾക്ക് വല്ലാത്ത സന്തോഷം. ആ സന്തോഷാധിക്യത്താൽ മദീന പള്ളിയുടെ പുറത്തേക്ക് വന്നു, ഭയങ്കര ചിരി, ഭയങ്കര സന്തോഷം. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവോട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ഉഹിബ്ബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. വ അബൂബക്കർ, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുന്നുണ്ട്. വ ഉമറ, ഞാൻ അവരെയും ഇഷ്ടപ്പെടുന്നുണ്ട്. നാം മനസ്സിലാക്കണേ, അന്നൊന്നും അവർ ഖലീഫമാരല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്താണല്ലോ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി തങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അബൂബക്കറിനെ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഉമറിനെ ഇഷ്ടപ്പെടുന്നു റളിയല്ലാഹു അൻഹും. വഅർജു, ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹും, ഞാൻ ഇവരെയെല്ലാം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ അവരോട് കൂടെയായിരിക്കും, ആവണം എന്നാണ് എൻ്റെ പ്രതീക്ഷ, ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം, വളരെ വ്യക്തമായിക്കൊണ്ട് നാം അറിയേണ്ടതാണ്, ഗൗരവത്തോടുകൂടി നാം ഉൾക്കൊള്ളേണ്ടതാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം, അവരൊക്കെ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഞാൻ അവരെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. അവരോടുള്ള എൻ്റെ മഹബ്ബത്ത് കാരണത്താൽ ഞാൻ അവരോട് കൂടെയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് മുഅ്മിനീങ്ങളെ സുന്നത്ത് ജമാഅത്ത്. മഹാന്മാരെ സ്വീകരിക്കുക, മഹാന്മാരെ ഇഷ്ടപ്പെടുക, അവരോടുള്ള മുസാഹബത്ത്, അവരെ നിരൂപിക്കലല്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്പിയാക്കൾക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണല്ലോ, ഏറ്റവും അഫ്ളലാണല്ലോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ കുറിച്ച് ചരിത്രങ്ങളിലൊക്കെ ഉദ്ധരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ഇമാം വാഖിദിയെ പോലെയുള്ള ഇമാമിയങ്ങളൊക്കെ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്.
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയമായപ്പോൾ ചെയ്യുന്നൊരു വസിയത്തുണ്ട്. എന്താണ് ആ വസിയത്ത്? ഞാൻ ചുരുക്കി പറയട്ടെ, സമയം കഴിഞ്ഞിട്ടുണ്ട്. മഹാനുകൾ അവർ പറയാണ്, എൻ്റെ ജനാസ നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എൻ്റെ ജനാസയുമായി കൊണ്ട് നിങ്ങൾ ഹുജ്റത്തു ഷരീഫയുടെ അടുത്തേക്ക് പോകണം. ഹുജ്റത്തു ഷരീഫയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്തിട്ടുള്ള ആ പരിശുദ്ധ ഭവനത്തിന്റെ പുറത്ത് വെച്ച് എൻ്റെ ജനാസ നിങ്ങൾ കൊണ്ടുവെക്കണം. എന്നിട്ട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ സമ്മതം ചോദിക്കണം. അവിടുത്തെ സമ്മതം കിട്ടുകയാണെങ്കിൽ എൻ്റെ ജനാസ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. എന്നിട്ട് എന്നെ അവിടെ മറവ് ചെയ്യണം. അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന ബഖീഇലേക്ക് എന്നെ കൊണ്ടുപോവുകയും അവിടെ എന്നെ മറവ് ചെയ്യുകയും ചെയ്യണം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതകാലം മുഴുവനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴലായി കൊണ്ട് കഴിഞ്ഞു. അവിടുത്തെ കൂടെയായിരുന്നു. ആ മുസാഹബത്തും ആ കൂടെയാവലും അവിടുത്തെ വഫാത്തിന് ശേഷവും മഹാനായ ഒന്നാം ഖലീഫ ആഗ്രഹിക്കുകയാണ്, എൻ്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോകണേ, എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയതിന് ശേഷം എന്നിട്ട് ആ ഹുജ്റയുടെ പുറത്ത് വെക്കണം. പുറത്ത് വെച്ചിട്ട് നബി തങ്ങളോട് സമ്മതം ചോദിക്കണം. ആരാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഹയാത്തിലുള്ളവരല്ല, മറവ് ചെയ്യപ്പെട്ട നബിയാണ്, മറവ് ചെയ്യപ്പെട്ട മുത്തുനബിയാണ്, സഹീഹായ സംഭവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയോട് നിങ്ങൾ സമ്മതം ചോദിക്കുക. വഫാത്തായവരല്ലേ, ചോദിക്കാൻ പറ്റുമോ, വിളിക്കാൻ പറ്റുമോ? ആ ചർച്ചകളൊന്നും മഹാന്മാരാകുന്ന സഹാബിമാർക്കില്ല. അങ്ങനത്തെ ഇഷ്കാലുകളോ ചോദ്യങ്ങളൊന്നും മഹാന്മാരാകുന്ന സഹാബിമാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ചില ഇഷ്കാലുകളും ചില വസ്വാസുകളും മാത്രമാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ ചെയ്യുന്ന വസിയത്താണ്. മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുക, നബി തങ്ങളുടെ സമ്മതം കിട്ടിയാൽ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിപ്പിക്കണേ. എങ്ങനെ സമ്മതം കിട്ടുക? അതും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, നബി തങ്ങൾ മറവ് ചെയ്യപ്പെട്ട ആ ഭാഗം പൂട്ടിയിടലാണല്ലോ, വാതിൽ അടച്ചിടാറാണല്ലോ പതിവ്. നിങ്ങൾ അവിടെ ഈ ജനാസ അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ആ വാതിലിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് പറയണം, ഹാദാ അബൂബക്കർ സിദ്ദീഖ്, ഇത് അബൂബക്കർ സിദ്ദീഖാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിൻ്റെ റസൂലേ, ഇത് അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. അവർ നിങ്ങളോട് സമ്മതം ചോദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആ വാതിലിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് പറയാം. സമ്മതം കിട്ടുകയാണെങ്കിൽ, എങ്ങനെ സമ്മതം കിട്ടുന്ന രൂപം? ആ വാതിൽ തനിയേണ്ട് തുറക്കും. അങ്ങനെ തനിയെ തുറക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ജനാസത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക, എന്നിട്ട് എന്നെ ഇവിടെ മറവ് ചെയ്യുക. ബഹുമാനപ്പെട്ട ഖലീഫ ആവശ്യപ്പെട്ടത് പ്രകാരം, താല്പര്യപ്പെട്ടത് പ്രകാരം മഹാന്മാരാകുന്ന സഹാബിമാരൊക്കെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ജനാസ ആ വാതിലിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹാദാ ഹബീബുക യാ റസൂലല്ലാഹ് യസ്തഅ്ദിനുക, അല്ലാഹുവിൻ്റെ ഹബീബേ, ഇത് നിങ്ങളുടെ ഹബീബാണ്, ഇവർ നിങ്ങളോട് സമ്മതം ചോദിക്കുന്നുണ്ട്. ആ രംഗം ആലോചിച്ച് നോക്ക് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവർ നിങ്ങളോട് സമ്മതം ചോദിക്കുന്നുണ്ട്. ഇത് പറയലോടുകൂടി ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫംഫതഹൽ ബാബ്, ആ വാതിലങ്ങട്ട് തനിയെ തുറന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിളിയാളം, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ നിങ്ങൾ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കുക. ഫൈനൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്, കാരണം ഹബീബിന് ഹബീബിൻ്റെ കൂടെ കിടക്കാൻ, ഹബീബിൻ്റെ കൂടെയാവാൻ വലിയ താല്പര്യമുണ്ട്. ഇതാണ് സുന്നത്ത് ജമാഅത്ത്, ഇതാണ് സുന്നിസം, ഇതാണ് സുന്നിസം. ഇവിടെ ആലോചിക്കാമല്ലോ, ഒരു മുസ്ലിമിനെ മറവ് ചെയ്യുമ്പോൾ ആ മറവ് ചെയ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്താവണമെന്ന് പറയുന്ന ആയത്തേതാ? ഏത് ഹദീസിലാണ് അങ്ങനെയുള്ളത്? ആലോചിക്കാമല്ലോ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മജൂസിയുടെ കുത്തേറ്റു, വല്ലാത്ത അപകടാവസ്ഥയിലായി, ഏതാണ്ട് വഫാത്ത് സംഭവിക്കുമെന്നായപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, മകനെ വിളിച്ചുകൊണ്ട്, മോനെ നിങ്ങൾ പോകണം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോകണം. ആ ഹുജ്റയിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്, ആ സ്ഥലം അവർക്ക് വേണ്ടി കണക്കാക്കി വെച്ചിട്ടുള്ളതാണ്. ഈ സംഭവവും ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്ഥലം എനിക്ക് വേണം, എനിക്ക് ആഗ്രഹമുണ്ട്, അത് നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉപ്പാന്റെ താല്പര്യമൊന്ന് പറയണം. വിശാലമായ ചരിത്രമല്ലേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉപ്പയുടെ താല്പര്യപ്രകാരം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെന്നു, താല്പര്യം പറഞ്ഞു.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അത് ഞാൻ എനിക്ക് വേണ്ടി കണക്കാക്കി വെച്ച സ്ഥലമായിരുന്നു, പക്ഷേ ഞാനത് നിങ്ങളുടെ ഉപ്പാക്ക് വിട്ടു തന്നിരിക്കുന്നു. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഉപ്പയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. ആ സമയം ആഴപ്പേക്ക് രോഗം വല്ലാതെ, അപകടാവസ്ഥ വല്ലാതെ കൂടിയിട്ടുണ്ട്, വഫാത്തിന്റെ സമയം അടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സംസാരിക്കാനോ മറ്റൊന്നും കഴിയാത്തൊരവസ്ഥയില്ല. പക്ഷെ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു സംസാരം കേട്ടപ്പോൾ മഹാനവറുകൾ എണീറ്റിരിക്കാൻ ശ്രമിച്ചു. കൂടെയുള്ള ആളുകളൊക്കെ എണീറ്റ് ഇരുത്തി കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, എവിടെ അബ്ദുള്ള, എവിടെ? മകന് അടുത്തേക്ക് വന്നു. എന്താ പറഞ്ഞത്? സമ്മതം തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതം തന്നിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു മറുപടി ഉണ്ട്, അല്ലാഹു അക്ബർ. മഹാനവർ അല്ലാഹു അക്ബർ, മാ ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലികൽ മൽജഅ. അതാണ് എൻ്റെ താല്പര്യം, അതിനേക്കാൾ എനിക്ക് ആഗ്രഹമുള്ള മറ്റൊരു സംഗതിയുമില്ല. നബി തങ്ങളുടെ കൂടെ കിടക്കണം, അബൂബക്കറിന്റെ കൂടെ കിടക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് എൻ്റെ താല്പര്യം. മഹാന്മാരെ ഇഷ്ടപ്പെടുക. ഒറ്റ കാര്യം കൂടി പറയട്ടെ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതവും ഭരണവും വഫാത്തൊക്കെ സംഭവിച്ചത് ഈജിപ്തിൽ വെച്ചുകൊണ്ടാണല്ലോ. പക്ഷേ നമുക്കറിയാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മഖാമുള്ളത്, മഖബറയുള്ളത് എന്ന് ഫലസ്തീനിലാണ്, മദീനത്തുൽ ഖലീൽ ഹിബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ, യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ ധാരാളം അമ്പിയാക്കന്മാരുടെ സാലിഹീങ്ങളൊക്കെ മറവ് ചെയ്യപ്പെട്ട ആ ഒരു മസ്ജിദിനകത്തായിക്കൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ മഖാമും. ഇതെങ്ങനെ സംഭവിച്ചു? ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ഒരു ദുആ ഉണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ മുസ്ലിമായി കൊണ്ട് ഭരിപ്പിക്കണം, എന്നെ സ്വാലിഹീങ്ങളുടെ കൂടെ ചേർക്കുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാമിന്റെ ദുആയാണ്, തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം ഈജിപ്തിൽ വെച്ചുകൊണ്ട് വഫാത്തായപ്പോൾ ആളുകൾക്കിടയിൽ തർക്കായി, അവരെ എവിടെ മറവ് ചെയ്യണം? ഓരോരുത്തരും ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ നാട്ടിൽ. സുദീർഘമായ ചരിത്ര, അൽ ബിദായത്ത് വന്നിഹായ ചരിത്രം പറയുന്നുണ്ട്, മറ്റ് പല കിതാബുകളും വിശദീകരിക്കുന്നുണ്ട്. വലിയ തർക്കായപ്പോൾ ആ തർക്കത്തിന് ലാസ്റ്റ് ഒരു പരിഹാരം. നമുക്ക് എല്ലാവർക്കും യൂസുഫ് അലൈഹി സ്വലാമിന്റെ ബറക്കത്താണല്ലോ ആഗ്രഹം. നൈൽ നദിയുടെ വെള്ളം അത് ഈജിപ്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുകിപ്പോകുന്നൊരു നദിയാണ്. ആ വെള്ളം ഈജിപ്തിന്റെ ഏകദേശം എല്ലാ ഭാഗത്തും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാമിനെ നൈൽ നദിയുടെ ഒരു ജംഗ്ഷനിലായിക്കൊണ്ട് നമുക്ക് മറവ് ചെയ്യാം. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്ത് അതിൻ്റെ മുകളിലൂടെ ആ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ ആ വെള്ളം ഈജിപ്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പല നിലക്കായിക്കൊണ്ട് ആളുകൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ ഭാഗത്തും അവരുടെ ബറക്കത്ത് ലഭിക്കും. മഹാനായ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ബറക്കത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അവിടെ വഹാബികളൊന്നുമില്ല, അവിടെ ജമാഅത്തുകാരുമില്ല, അങ്ങനെയൊക്കെ വേണമെന്ന് ചിന്തിക്കുന്നവരുമില്ല. അങ്ങനെ ആ മസ്ലഹത്തിന്റെ ഭാഗമായി കൊണ്ട് കിതാബുകളിൽ കാണാം, വെള്ളം എല്ലാ ഭാഗങ്ങളിലേക്കും തിരിഞ്ഞു പോകുന്ന ഒരു ജംഗ്ഷനിലായിക്കൊണ്ട് മഹാനായ യൂസുഫ് അലൈഹി സ്വലാമിനെ മറവ് ചെയ്തു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മഹാനായ മൂസ അലൈഹി സ്വലാം വന്നു. മൂസ അലൈഹി സ്വലാമിനോട് ലാസ്റ്റ് അല്ലാഹു കൽപ്പിച്ചു, ഞാൻ ചുരുക്കി പറയട്ടെ, ലാസ്റ്റ് അല്ലാഹു കൽപ്പിച്ചു, നിങ്ങൾ ഫലസ്തീനിലേക്ക് പോകണം. പക്ഷെ ഫലസ്തീനിലേക്ക് പോകുമ്പോൾ ഒരു നിബന്ധനയുണ്ട്, ഒരു ഡിമാൻഡുണ്ട്. എന്താ ഡിമാൻഡ്? യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നിങ്ങൾ ഈജിപ്തിൽ നിന്നും കൊണ്ടുപോകണം, ഫലസ്തീനിലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും യാക്കൂബ് നബിയുടെയും അടുത്തായിക്കൊണ്ട് മറവ് ചെയ്യുകയും ചെയ്യണം. ഇതാണ് മൂസ അലൈഹി സ്വലാമിന് അള്ളാഹു നൽകിയ വഹി. ആളുകളോട് അന്വേഷിച്ചു, അവസാനം ഖബർ കണ്ടെത്തി. മഹാനായ യൂസുഫ് അലൈഹി സ്വലാമിന് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറവ് ചെയ്യപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മയ്യത്ത് ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടെയുള്ള മുഅ്മിനീങ്ങളും ഖബർ തുറന്ന് പുറത്തെടുത്തു. ചരിത്രങ്ങളിൽ കാണാം, ഉമ്മാര് കുട്ടികളെ തോളിട്ട് കൊണ്ടുപോകുന്നത് പോലെ, ഉറങ്ങുന്ന കുട്ടികളെ തോളിട്ട് കൊണ്ടുപോകുന്നത് പോലെ ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ മയ്യത്ത് കൊണ്ടുപോവുക ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അള്ളാഹുവിൻ്റെ വഹ്യ് യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെയും ചാരയായിക്കൊണ്ട് മറവ് ചെയ്യണം. എന്താ കാരണം എന്നറിയോ? യൂസുഫ് അലൈഹി സ്വലാം ആഗ്രഹിച്ചതാണ്, ദുആ ചെയ്തതാണ്, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സാലിഹീങ്ങളോട് കൂടെ ചേർക്കണേ എന്ന്, എന്നെ സാലിഹീങ്ങളോട് കൂടെ ചേർക്കണേ. ഇതാണ് മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ദീൻ. ഒറ്റ കാര്യം കൂടി ചുരുക്കി പറയട്ടെ. ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു
ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു, ഇമാം തഖീദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു, തഖീദ്ദീൻ സുബ്കി മകനാണ്. ഈ തഖീദ്ദീൻ സുബ്കിയുടെ ഉപ്പയാണ് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ഷാഫി മദ്ഹബിലെ വലിയ മുഹദ്ദിസാണ്. ഉസൂൽ ഫിഖ്ഹിലും ഫുറൂഇ ഫിഖ്ഹിലും ധാരാളം ഇൽമുകളിലൊക്കെ വലിയ അവഗാഹമുള്ള ഇമാമാണ് ഈ രണ്ട് സുബ്കിമാരും. വാപ്പ താജുദ്ദീൻ സുബ്കിയും മകൻ തഖീദ്ദീൻ സുബ്കിയും. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു മദ്രസത്തുൻ അഷ്റഫിയ്യ എന്ന ദിമിഷ്കിലെ വലിയ സ്ഥാപനം, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയ വലിയ സ്ഥാപന മദ്രസത്തുൻ അഷ്റഫിയ്യ, അവിടെ മുദരിസായിക്കൊണ്ട് നിയമിക്കപ്പെട്ടു. അവിടെ മുദരിസായിക്കൊണ്ട് നിയമിക്കപ്പെട്ടപ്പോൾ ഉപ്പാനെ കാണാൻ വേണ്ടി മകൻ പോകും, തഖീദ്ദീൻ സുബ്കി പോകും ഇടയ്ക്ക്. അങ്ങനെ ഒരിക്കൽ തഖീദ്ദീൻ സുബ്കി ഉപ്പാനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഉപ്പ രാത്രി എണീക്കുക. പക്ഷെ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എണീറ്റ് പള്ളിയിൽ പോയിട്ടല്ല തഹജ്ജുദ് നിസ്കരിക്കണത്. ബഹുമാനപ്പെട്ട ഉപ്പ താജുദ്ദീൻ സുബ്കി മദ്രസത്തുൻ അഷ്റഫിയയുടെ ഒരു ചരിവിലേക്ക് മാറി ഒരു പ്രത്യേകമായൊരു ഒരു വിരിപ്പ് ഇങ്ങനെ വിരിച്ച സ്ഥലമുണ്ട്. അവിടെ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി ഉപ്പ തഹജ്ജുദ് നിസ്കരിക്കുന്നത്. തഹജ്ജുദ് നിസ്കരിക്കും മുമ്പായിക്കൊണ്ട് അവിടെ വിരിച്ച വിരിപ്പിൽ യുമർരിഖു വജ്ഹഹു, രണ്ട് കവിള് വെച്ച് ഇങ്ങനെ ഒരതും, കുറേ ചുംബിക്കും. അതിനുശേഷം അവിടെ വെച്ചുകൊണ്ട് കുറേ ദുആ ചെയ്യും. എന്നിട്ടാണ് ഉപ്പ താജുദ്ദീൻ സുബ്കി എന്നവർ അവിടെ വെച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. അങ്ങനെ നിസ്കാരത്തിന് മുമ്പും ദുആ ചെയ്യും, നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട തഖീദ്ദീൻ സുബ്കി പറയാണ്, ഞാൻ ഉപ്പയോട് പിന്നൊരിക്കൽ ചോദിച്ചു, അല്ല ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടല്ലേ, എന്താണ് അതിൻ്റെ കാര്യം? പള്ളിയിൽ പോയിട്ടല്ലല്ലോ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണത്, നിങ്ങൾ നിസ്കരിക്കണതും ദുആ ചെയ്യണതൊക്കെ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ടാണല്ലോ, അവിടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ കവിളിനെ വെച്ച് ഒരതുകയും നിങ്ങൾ ചുംബിക്കും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ താജുദ്ദീൻ സുബ്കി ഉപ്പ മോൻക്കൊരു ബൈത്ത് ചൊല്ലിക്കൊടുക്കുക. എന്താ ബൈത്ത് എന്നറിയോ? മോനെ, അവിടെ ഒരു പ്രത്യേകമായ രഹസ്യമുണ്ട്. എൻ്റെ സർവ്വ വിഷമങ്ങളും ഇറക്കി വെക്കുന്ന രഹസ്യമാണത്. എൻ്റെ സർവ്വ രഹസ്യങ്ങളും എൻ്റെ സർവ്വ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമാണത്. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? അസാ അന്നി അമുസ്സു ബിഹർരി വജ്ഹി മക്കാനൻ മസ്സഹു ഖദമുൻ നവാവി. ഇത് എനിക്ക് മുമ്പ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇരുന്ന് ദർസ് നടത്തിയ സ്ഥലമാണത്. ആ വിരിപ്പ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇരുന്ന് ദർസ് നടത്തിയ സ്ഥലമാണ്. ആ സ്ഥലം മുബാറക്കാണ്. അവിടെ എൻ്റെ മുഖം വെച്ചുരുതിക്കൊണ്ട് അതിന് ഞാൻ ചുംബിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ സർവ്വ പോരായ്മകളെയും ഞാൻ പരിഹരിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ഞാൻ നിസ്കരിക്കുമ്പോൾ, ഞാൻ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? വലിയ മുഹദ്ദിസും ഉസൂലുൽ ഫിഖ്ഹിലും ഫുറൂഇ ഫിഖ്ഹിലും സർവ്വ ശർഈയായ ഉലൂമുകളിലും വലിയ അവഗാഹമുള്ള വലിയ ഇമാമായിക്കൊണ്ട് മുസ്ലിം ലോകം വാഴ്ത്തപ്പെട്ട താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു മകൻ തഖീദ്ദീൻ സുബ്കി എന്നവർക്ക് വിശദീകരിച്ചു കൊടുക്കുക. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ സ്ഥലമാണത്. അവിടെ എൻ്റെ മുഖം വെക്കുമ്പോൾ, അവിടെ വെച്ചുകൊണ്ട് ഞാൻ നിസ്കരിക്കുമ്പോൾ, അവിടെ വെച്ചുകൊണ്ട് ഞാൻ ദുആ ചെയ്യുമ്പോൾ അത് പ്രത്യേകതയുണ്ട്. ഇതാണ് മുഅ്മിനീങ്ങളെ സുന്നത്ത് ജമാഅത്ത്. ഇതിന്റെ നിരാകരണമാണ് വഹാബിസമാണെങ്കിലും തബ്ലീഗ് ജമാഅത്താണെങ്കിലും നൂറിഷ തരീഖത്താണെങ്കിലും ആലുവ തരീഖത്താണെങ്കിലും മറ്റേത് പ്രസ്ഥാനമാണെങ്കിലും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ആശയം, ഈ ആദർശം, പരിശുദ്ധമായ ദീൻ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ്, ദീനിനെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ്. ഒരു പോറലും ഏൽക്കാതെ ഈ പ്രസ്ഥാനം നമ്മുടെ കാലത്ത് നമ്മുടെ മുൻഗാമികൾ നമ്മിലേക്ക് ഏൽപ്പിച്ചു തന്നതുപോലെ ഒരു പോറലും ഏൽക്കാതെ ഇൻഷാ അല്ലാഹ് വരും തലമുറയിലേക്ക് ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സമസ്തയുടെ ഖാദിമീങ്ങളായിക്കൊണ്ട് അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. വലിയ അനുഗ്രഹം. നമ്മൾ കാണാറുണ്ടല്ലോ തബ്ലീഗുകാരെ, തരീഖത്തുകാരെ, തസ്ബീഹ്മാലുണ്ടാകും, ദിക്റുണ്ടാകും, നിസ്കാരം ഉണ്ടാകും, ഇഅ്തികാഫ് ഉണ്ടാകും, തഅലീം ക്ലാസുകൾ ഉണ്ടാകും. പക്ഷേ ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അബല്ലാഹു അൻ യഖ്ബല അമല സാഹിബി ബിദ്അ. അത്രത്തോളൊക്കെ പറയണോ? അതെ, അങ്ങനെ തന്നെയാണ്. ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അബല്ലാഹു അൻ യഖ്ബല അമല സാഹിബി ബിദ്അ.
ബിദ്അത്തുകാരന്റെ അമൽ അതേതാണെങ്കിലും ശരി, ഹജ്ജാവട്ടെ, സക്കാത്താവട്ടെ, നോമ്പാവട്ടെ, ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം അമലുകൾ സ്വീകരിക്കണമെങ്കിൽ ശരിയായ ഈമാൻ, സുന്നത്ത് ജമാഅത്തിന് മേലുള്ള ഈമാൻ, ഇഅ്തിഖാദ് അത് ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഖാദിമീങ്ങളായിക്കൊണ്ട്, മുഹിബ്ബീങ്ങളായിക്കൊണ്ട് മരണം വരെ നിലനിൽക്കാനും ഈ ഹക്കിലായിക്കൊണ്ട് മരണം വരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക്, നമ്മുടെ ഉമറാക്കൾക്ക്, നമ്മുടെ സയ്യിദന്മാർക്കൊക്കെ അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഈ മഹാപ്രസ്ഥാനം, ഈ ഭാഗ്യം അല്ലാഹുവേ ഇസ്സത്തോടുകൂടി ഞങ്ങൾ നിലനിർത്തണേ തമ്പുരാനെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.